Okay, good afternoon to all. Last class we were discussing about different alloys, different non-ferrous alloys. Non-ferrous alloys നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത് അലോയ് സിസ്റ്റത്തിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഞാൻ പറഞ്ഞു കാസ്റ്റ് അയൺ പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാസ്റ്റ് അയൺ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, ലൈക്വൈസ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന വെച്ചാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് നോൺ ഫെറസ് അലോയ്സ്, അത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് കോപ്പർ അലോയ്സ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. നമ്മളിപ്പോ നോക്കുന്നത് എന്താണ്? ബ്രാസ് ആൻഡ് ബ്രോൺസ് ആണല്ലേ. ബ്രാസ് ആൻഡ് ബ്രോൺസ് ആർ അലോയ്സ് ഓഫ് കോപ്പർ. ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് അല്ല, ഒരുപാട് അപ്ലിക്കേഷൻസിൽ രണ്ട് അലോയ്സ് ആണ് ബ്രാസ് ആൻഡ് ബ്രോൺസ്. ബ്രാസ് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയതാണ്. ബ്രാസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ആൽഫ ബ്രാസ് ഉണ്ട്. ആൽഫ ബ്രാസ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഫോംസ്. യെല്ലോ ആൽഫ ബ്രാസ്, കാറ്ററിഡ് ബ്രാസ്, അഡ്മിറാൽറ്റി ബ്രാസ്, അലൂമിനിയം ബ്രാസ്, റെഡ് ആൽഫ ബ്രാസ്, ഗിൽഡിംഗ് മെറ്റൽ, ലെഡഡ് റെഡ് ബ്രാസ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ആൽഫ ബ്രാസ് സിസ്റ്റം നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ബ്രാസ് ആണ് ഡ്യൂപ്ലക്സ് ഓർ ആൽഫ പ്ലസ് ബീറ്റ ബ്രാസ്. ഡ്യൂപ്ലക്സ് ഓർ ആൽഫ പ്ലസ് ബീറ്റ ബ്രാസ്. അതിൽ എന്താ പറയുന്നത് നോക്കാം. ഇൻക്രീസ് ഇൻ സിങ്ക് കണ്ടന്റ് ബിയോണ്ട് 38%. അപ്പോ ബ്രാസിൽ എന്താണ്? ബ്രാസിൽ കോപ്പറിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? സിങ്ക് ആഡ് ചെയ്യുന്നത് അല്ലെ. So brass എങ്ങനെ കിട്ടുന്നത്? when we are adding zinc as an alloying element to copper, we will get brass. When we are adding tin as alloying element to copper, we will get bronze. So brass ഉം bronze ഉണ്ട്. So zinc കണ്ടന്റ് എത്ര വരെ ആഡ് ചെയ്യാം? നമ്മൾ പറഞ്ഞ 5 to some 40% വരെ 38% വരെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. So increase in zinc content beyond 38% result in a different type of brass called alpha plus beta brass. നമ്മൾ നോക്കിയ ആൽഫ ബ്രാസ് എന്തായിരുന്നു? when zinc content is below 38%. But when zinc content is above 38%, we will get a different form of brass called alpha plus beta brass or duplex brass. So next slide ഒരു figure ഉണ്ട്, നോക്കി നമുക്ക് മനസ്സിലാവും. Upon crossing the 38% level, a new solid solution called beta is also formed, resulting in a mixture of alpha and beta solid solutions at room temperature. At lower temperatures, the beta phase changes to beta dash phase, making the alloy harder and more brittle. At higher temperatures, the beta dash phase changes back to beta phase and make the alloy suitable for hot working. അപ്പൊ അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഗ്രാഫ് നോക്കി അറിയാം. അപ് ടു 38% വരെ നോക്കിയാൽ എന്താണ് ഇത്? അതായത് ഇതിപ്പോ കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം ആണ്. അതിൽ വി ആർ ആഡിങ് സിങ്ക് ടു കോപ്പർ. സോ at this point it will be pure copper, and at this point it is 50% zinc. So zinc content ആണ് നമ്മൾ HHൽ ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ. So at 38%, see at 38% till 38%, the addition of zinc we are getting alpha brass. Okay, so ഇതിലെല്ലാം നമുക്ക് കിട്ടുന്നത് brass ആണ്. So beyond 38% we are getting a new form of brass called duplex brass or alpha plus beta brass. Okay. അപ്പോൾ also വേറെ എന്താ പറയുന്നത്? at lower temperatures the beta phase changes to beta dash phase, making the alloy harder and more brittle. See, അപ്പോൾ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചേഴ്സിൽ എന്താ നമുക്ക് കിട്ടുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഫേസിൽ തന്നെ ബീറ്റാന്റെ വേറൊരു മൈക്രോസ്ട്രക്ചർ ഫേസ് ആക്കി തന്നത് ആൽഫ പ്ലസ് ബീറ്റ ഡാഷ് ഫേസ്, വിച്ച് ഈസ് comparatively more harder than the alpha plus beta phase. Again, ഈ ഡ്യൂപ്ലെക്സ് ബ്രാസിൽ കുറെ ടൈപ്സ് ഉണ്ട്. മുൺസ് മെറ്റൽ. മുൺസ് മെറ്റലിൽ കോമ്പോസിഷൻ ഓഫ് ദിസ് അലോയ് 60% കോപ്പർ ആൻഡ് 40% സിങ്ക്. നോക്കിയാൽ ആൽഫ പ്ലസ് ബീറ്റ ബ്രാസിൽ എപ്പോഴും എന്തായിരിക്കും? സിങ്കിന്റെ പെർസെന്റേജ് മോർ ദാൻ 38% ആയിരിക്കും. ഓക്കെ, സോ ഹിയർ കോപ്പർ പെർസെന്റേജ് is 60 and zinc percentage is 40%. This high strength and excellent hot working properties make it suitable to be used for springs, chains, etc. It is also used as a bracing alloy for steel. The Munz metal is also called as yellow metal. Munz metal on the random points Munz metal, it is an alpha plus beta brass. It is a type of brass which is coming under duplex or alpha plus beta brass. The zinc content in this is 40%. Okay, and remaining 60% is copper. Second, another naval brass.
This alloy contains up to 1% tin along with 60% copper and 39% zinc. So ഇവിടെ എന്താണ് നോക്കി അതിന് തൊട്ട് മുമ്പിലെ മുൻസ് മെറ്റൽ ആയിട്ട് സെയിം ആണ് അല്ലെ. അതിൽ ടിന്ന് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. 1% tin we are adding as an extra alloying element, and zinc content is 39%. In Munds metal it is 40%, but in naval brass it is 39%, and copper content is same as 60% in both. The addition of tin improves the corrosion resistance considerably. So naval brass എന്തായിരിക്കും മുൻസ് മെറ്റലിനെക്കാളും corrosion resistance improvement ഉണ്ടാവും. Okay, so it will make it suitable to be used in contact with the sea water. Sea water ആയിട്ട് contact ഉള്ള areas അല്ലെങ്കിൽ അതുപോലത്തെ types applications-ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. Other applications include propeller shaft, wall stumps, impellers for pumps. So impellers, ഇവിടെ പറയുന്ന propeller shafts. Okay, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണല്ലേ. സോ ഇറ്റ് ഈസ് കൊറോസീവ് എൻവയോൺമെന്റിലാണ് ഇതൊക്കെ കോണ്ടാക്ട് വരുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നാവൽ ബ്രാസ് ഉപയോഗിക്കാം. Because the addition of tin, 1% addition of tin as alloying element will improve the corrosive resistance of that brass. Forging brass. This alloy contains 60% copper, 38% zinc. Okay, അപ്പോൾ ഇവിടെ നോക്കിയാൽ 38% ആണ് zinc ആഡ് ചെയ്യുന്നത് and 2% lead അല്ല PB. It has got the best hot working properties. So higher temperature working നമുക്ക് യൂസ് ചെയ്യാം forging brass. Okay. It is used for hot forging for hardware and plumbing parts. Hardware parts, plumbing parts. Okay, I think forging operation നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർജ് ചെയ്തുണ്ടാക്കുന്ന പല മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു പല പാർട്സ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഫോർജിങ് ബ്രാസ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് നോക്കിയാൽ കോപ്പറിന്റെ അലോയ് എന്തൊക്കെയാണ്. കോപ്പറിന് ഒരുപാട് അലോയ്സ് ഉണ്ട്. കോപ്പർ നിക്കലായിട്ട് അലോയ് ഫോം ചെയ്യുന്നുണ്ട്, കോപ്പർ സിങ്കുമായിട്ട് അലോയ് ഫോം ചെയ്യുന്നുണ്ട്, കോപ്പർ ടിന്നുമായിട്ട് അലോയ് ഫോം ചെയ്യുന്നുണ്ട്. മോസ്റ്റ് കോമൺലി മോസ്റ്റ് പോപ്പുലർ അലോയ്സ് ഇസ് കോപ്പർ ഈസ് ബ്രാസ് ആൻഡ് ബ്രോൺസ്. ഓക്കെ, സോ ബ്രാസ് പറഞ്ഞാൽ ഇത് അലോയ് ഓഫ് കോപ്പർ വിത്ത് സിങ്ക്. ബ്രോൺസ് ഈസ് അലോയ് ഓഫ് കോപ്പർ വിത്ത് ടിൻ. ബ്രാസിൽ നമ്മൾ 2 types ഉണ്ട് ജനറലി. One is alpha brass, a solid solution നോക്കിയാൽ. The second one is alpha plus beta brass. So alpha plus beta brass എവിടെയാണ് കിട്ടുന്നത്? When the zinc content is more than 38%. So ഈ alpha brassലും alpha plus beta brassലും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയ മുൻസ് മെറ്റലും ആൽഫ ബ്രാസിലാണെങ്കിൽ യെല്ലോ ആൽഫ ബ്രാസും അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു നോക്കണം. Bronze. The term bronze represents alloys of copper with element other than zinc. അപ്പോൾ സിങ്ക് ഒഴികെയുള്ള എലമെന്റ്സ് വെച്ചിട്ടുള്ള കോപ്പറിന്റെ അലോയ് ആണ് ബ്രോൺസ്. അല്ലെങ്കിൽ ബ്രോൺസിൽ പ്രിഡോമിനന്റ് ആയിട്ട് എന്താണ്? ബ്രോൺസിൽ കോപ്പറിനെ പ്രിഡോമിനന്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഒന്നാണ് ടിൻ. ഓക്കെ, സിംപ്ലസ്റ്റ് ബ്രോൺസ് കണ്ടെയ്ൻ 88% കോപ്പർ വിത്ത് 12% ടിൻ. ഒരു പർട്ടിക്കുലർ സിമ്പിൾ ബ്രോൺസ് ഇറ്റ് കണ്ടെയ്ൻസ് 88% കോപ്പർ ആൻഡ് 12% zinc. Sorry, 12% tin. Other alloying elements like phosphorus, lead, nickel, etc. are also added to obtain favorable properties. So other than tin, elements like aluminum, silicon, or beryllium, or lead, phosphorus, nickel, etc. can be added. Also, zinc may be present in a relatively smaller amount. Zinc ഇല്ലാത്ത tin predominant ആയിട്ടുള്ള ഒരു കോപ്പറിന്റെ അലോയ് ആണ് ബ്രോൺസ്. സിങ്ക് ഇല്ല എന്ന് പറയുന്നെങ്കിലും മൈന്യൂട്ട് രൂപത്തിൽ സിങ്കിന്റെ പ്രസൻസ് ഉണ്ടാവാം. അതുകൂടാണ് നമുക്ക് അതർ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യാൻ ടു ഇംപ്രൂവ് പ്രോപ്പർട്ടീസ് ലൈക്ക് അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, ലെഡ്, നിക്കൽ, എക്സെട്ര. ഓക്കെ, ബ്രോൺസിന്റെ പ്രോപ്പർട്ടി നോക്കിയാണ് ബ്രോൺസ് ആർ സോഫ്റ്റർ ആൻഡ് വീക്കർ ദാൻ സ്റ്റീൽ. കൊറോഷൻ റെസിസ്റ്റൻസ്, ഹീറ്റ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർ ഓൾസോ ബെറ്റർ ദാൻ സ്റ്റീൽ. ഓക്കെ, ദേ ആർ വീക്കർ ദാൻ സ്റ്റീൽ ബട്ട് ദ കൊറോഷൻ റെസിസ്റ്റൻസ്, ഹീറ്റ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർ ബെറ്റർ ദാൻ സ്റ്റീൽ. പക്ഷേ കോസ്റ്റ് ഈസ് ഹയർ ദാൻ സ്റ്റീൽ. ഓക്കെ, compared to brasses, these are having lower coefficient of friction, high strength, toughness, corrosion resistance, and also higher cost. So ഒരു കമ്പാരിസൺ ആണ് ബ്രോൺസും ബ്രാസും ആയിട്ട്. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കുറവാണ് ബ്രോൺസിന് കമ്പയർഡ് ടു ബ്രാസ്, but it has high strength and toughness and corrosion resistance when compared to brass, and also the cost is higher than brass. Okay, bronze is having good castability and anti-friction or bearing properties. So നമുക്ക് ഈസിലി കാസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഡിഫറെന്റ് പാർട്സ് നമുക്ക് ബ്രോൺസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. ഓക്കെ,
Bronzes are widely used for different purposes like bearings, springs, industrial castings, bells and statues. Bells, statues, നമുക്കറിയാം സ്റ്റാച്യൂസ് ഒക്കെ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ബെല്ല് ബെല്ലുകൾ ബ്രോൺസ് കൊണ്ടാണ് യൂസ് ഉണ്ടാക്കുന്നത്. അതുപോലെ ബാരിങ്സ്, സ്പ്രിങ്സ്, ഇതൊക്കെയാണ് ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഓഫ് ബ്രോൺസ്. ഓക്കെ, ബ്രോൺസിൽ കുറച്ച് ക്ലാസിക് ടൈപ്സ് ഓഫ് ബ്രോൺസ് ഉണ്ട്. ടിൻ ബ്രോൺസ്. This is the simplest type of bronze in which 88 to 98% copper and 1 to 11% tin. കോപ്പറും കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് പറഞ്ഞ ടിന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ മൈന്യൂട്ട് പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് ആർ പ്രസന്റ് ഇൻ ടിൻ ബ്രോൺസ്. ടിൻ ബ്രോൺസ് തന്നെയാണ് ഇതിന്റെ പേര് അല്ലെ. ടിൻ ഇംപ്രൂവ്സ് ദ വെയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ അലോയ് ഇൻ കമ്പാരിസൺ വിത്ത് പ്യുവർ കോപ്പർ. Phosphorus functions as a deoxidizer during melting and also contribute to hardness and wear resistance. And this tin bronze is also called as phosphor bronze. So, the application of springs, electrical bushes, clutch discs, tabs, etc. There are different applications. Second one is a gunmetal. Gunmetal is copper, zinc alloy. Copper zinc alloy, copper zinc tin alloy gunmetal. When zinc replaces phosphorus in tin bronze, tin bronze phosphorus zinc add we will get gunmetal. So here zinc also functions as a deoxidizer at a lower cost. So a typical gunmetal has a composition of 88% copper, 10% tin and 2% zinc. So gunmetal is an important alloy. Copper is an important alloy. Gunmetal. So gunmetal actually it is a type of bronze. Separate tin and zinc. Separate alloy. Gunmetal is an alloy of copper. Okay. The alloy is usually used for marine components due to the better corrosion resistance. Okay. So marine components are the corrosion resistance highlight property. So marine applications now. Aluminum bronze, another type of bronze, aluminum bronze. Alloys of copper and aluminum are called aluminum bronzes, which usually contain 4 to 11% aluminum. Okay. Other elements like iron, nickel, manganese, and silicon may also be added in this alloy to obtain specific desired properties. This aluminum bronze it has got better properties like better corrosion resistance and good strength, but it is not suitable for castings. Castings aluminum, okay, because easily cast. And also of all copper alloys, this one is having finest color and is often called imitation gold. So imitation gold is alloy aluminum bronze. The castability it has castability but it has got the finest color among all the copper alloys. Silicon bronze, silicon alloy element. Copper silicon alloys are called silicon bronzes. Copper silicon alloy and silicon bronze, which contain silicon in the range of 1 to 4%. This application application with the rivets, bolt and nut and bolt, wood screws and similar fasteners. Nut, bolt, screws, okay, rivets. This is all the application with silicon bronze. Beryllium bronze. Okay, beryllium bronze where alloy. Copper alloyed with beryllium. Hello, Animeda. Sir, slide നീങ്ങുന്നുണ്ടോ? ഇടക്കിടക്ക് ഒരു കട്ടാകുന്ന പോലെ പകുതി കാണുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെയുള്ളത്? സാർ ഇപ്പം കഷ്ണേ ഉള്ളൂ, ഒരു പകുതി. അതെയോ? അങ്ങനെയാവുന്നുണ്ട്. ഓക്കെ, എനിക്കിതില് ക്ലിയർ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ബെറിലിയം ബ്രോൺസ് കാണിക്കുന്നില്ല, പകുതി പോയി വന്നിട്ടുണ്ട്, സൂം ആകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ കംപ്ലീറ്റ് കാണുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ്? കറക്റ്റ് ഉണ്ടല്ലേ? ഇപ്പം പോയി. ഇപ്പോഴോ? ഇപ്പൊ പോയി. ഇപ്പോഴോ? മാഗ്നീഷ്യം വന്നു അല്ല, കംപ്ലീറ്റ് വന്നല്ലോ. ഓക്കെ 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 ഓക്കെ. ഓക്കെ, അത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ, ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ.
ഓക്കെ, അപ്പൊ ബെറിലിയം ബ്രോൺസ് ഇതിൽ വരുന്ന ലാസ്റ്റ് ഒരു അലോയ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ പെർസെന്റേജ് കണ്ടന്റ് ഓഫ് കോമ്പോസിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്പ്രിംഗ്. അപ്പൊ ബ്രോൺസിന്റെ പൊതുവെയിൽ അതിന്റെ ജനറൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പ്രിങ്സിലാണ് അല്ലെ. സ്പ്രിങ്സ് ഇതുപോലത്തെ റിവറ്റ് ജോയിന്റ്സ്, നെറ്റ് ആൻഡ് ബോൾസ്, ഫാസ്റ്റ്നേഴ്സ്, സ്റ്റാച്യൂസ്, ബെൽസ്, ഇതുപോലത്തെ ആപ്ലിക്കേഷനാണ് നമുക്ക് ബ്രോൺസിന് വരുന്നത് അല്ലെ. ബ്രോൺസിന്റെ ജനറലി അതിന്റെ പ്രോപ്പർട്ടി പറയുന്നത് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ സ്ട്രെങ്ത് ആണ്, കാസ്റ്റബിലിറ്റി ഓരോന്നിനും ഡിഫറെന്റ് ആണ്. സോ ഇതാണ് ജനറൽ ആപ്ലിക്കേഷൻ ആണ്. ബെറിലിയം ആയിട്ടുള്ള ബ്രോൺസ്, ബെറിലിയം ആയിട്ടുള്ള കോപ്പറിന്റെ അലോയ് ആണ് ബെറിലിയം ബ്രോൺസ്. ഓക്കെ, ഇതിന്റെ സ്പെസിഫിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പ്രിങ്സ് ആണ്. ബിക്കോസ് ഇതിന് ബൈ ആഡിങ് ബെറിലിയം വി വിൽ ഗെറ്റ് ഹൈ എലാസ്റ്റിസിറ്റി ആൻഡ് ഫാറ്റിക് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ബെറിലിയം ബ്രോൺസ്. ഈ അലോയ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതി തന്നെ പഠിക്കണം. ഇതെല്ലാം കൺഫ്യൂസിങ് ആയിരിക്കും, ഈ പേരുകളെല്ലാം ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ അത് എഴുതി അതിന്റെ ഈച്ച് ആൻഡ് എവരി കോമ്പോസിഷൻ ഡീറ്റെയിൽ എഴുതി തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിന് ഡിഫറെന്റ് അലോയ്സ് നമ്മൾ നോക്കിയിരുന്നു, കോപ്പറിന് ഡിഫറെന്റ് അലോയ്സ് ആണ് നോക്കിയത്. അതുപോലെ ഇനി വരാൻ വേണ്ടി പോകുന്നത് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിന് അലോയ്സ്. അപ്പോൾ അലൂമിനിയം കോപ്പറാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം സ്റ്റീലിന് ശേഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് നോൺ ഫെറസ് മെറ്റീരിയൽ, നോൺ ഫെറസ് മെറ്റൽസ് ഓർ അലോയ്സ് എന്ന് പറയുന്നത് അലൂമിനിയം കോപ്പറും ആണ്. ഓക്കെ, അതുകൂടാണ്ട് നിക്കലും യൂസ് ചെയ്യാറുണ്ട്. മെഗ്നീഷ്യം ആൻഡ് നിക്കലും കൂടി നമുക്ക് നോക്കാം. So magnesium has HCP structure. It is lighter and less ductile than aluminum. Also, it is having poor modulus of elasticity, poor resistance to wear, fatigue, and creep. Its response to strengthening mechanism also is relatively poor. അപ്പോൾ ഇതിന് മെഗ്നീഷ്യം അലോയ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പുവർ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഓക്കെ, ആസ് എൻ അലോയ് നമുക്കത് ആസ് എ മെറ്റൽ, ആസ് എൻ എലമെന്റ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ വി വിൽ ഗോ ഫോർ ദ അലോയ് ഓഫ് മെഗ്നീഷ്യം. Okay, magnesium alloys. Addition of aluminum to magnesium increases strength. Addition of aluminum to magnesium increases strength, hardness, and castability. Okay, അപ്പോൾ ഈ നമ്മൾ അലൂമിനിയം മെഗ്നീഷ്യം അലോയിനെ കുറിച്ച് പറയുന്നത്, ആഡിങ് അലൂമിനിയം ടു മെഗ്നീഷ്യം ഇംപ്രൂവ്സ് ദ ഹാർഡ്നസ്, കാസ്റ്റബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി മെഗ്നീഷ്യം. ഓക്കെ, ആസ് എ മെഗ്നീഷ്യം, ആസ് എൻ എലമെന്റ്, ആസ് എ മെറ്റൽ, അതിന്റെ സ്ട്രെങ്ത്തും ഇതൊക്കെ കുറവാണ് അല്ലെ. May be added to this binary alloy for further improvement in properties. Again, already the alloying element aluminum is added to magnesium. If we are adding zinc, further adding zinc, we can again further improve the property of that alloy. Addition of manganese to magnesium has very little effect on the mechanical properties. So, manganese magnesium add ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുന്നില്ല properties. Magnesium, aluminum, zinc alloys have higher mechanical properties and good corrosion resistance. Zirconium has an intense grain refining effect in the cast and wrought. Zirconium is a type of magnesium alloy. Magnesium alloy is zirconium. Grain refining increases the strength of alloy. Zirconium has an intense grain refining effect in the cast and wrought alloys. Grain refining increases the strength of alloy. നമുക്കറിയാം grain size അനുസരിച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽ സ്ട്രെങ്ത് വേരി ചെയ്യുന്നുണ്ടല്ലേ. ഗ്രെയിൻ സൈസ് കൂടിയ മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, ഗ്രെയിൻ സൈസ് കുറഞ്ഞ മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രെയിൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യം അലോയ്സ് നമ്മൾ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണിത്. കൂടുതൽ ആപ്ലിക്കേഷൻസ് ജനറലി കുറവാണ്. അപ്പൊ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നത് നമ്മൾ നോക്കാം. Typical application of magnesium alloys are in the areas of aerospace, high-speed machinery, transportation and material handling equipments. അപ്പോൾ ഇതുപോലുള്ള ഓട്ടോമൊബൈൽ മെഷീനറീസിലൊക്കെയാണ് അല്ലെങ്കിൽ മെഷീൻ ടൂൾസിലൊക്കെയാണ് മെഗ്നീഷ്യം അലോയ്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാൻഡ് ആൻഡ് ഡൈ കാസ്റ്റിംഗ്സ്, നമ്മൾ ഓൾറെഡി സാൻഡ് കാസ്റ്റിംഗ്സിന്റെ മോൾഡിംഗ് ഒക്കെ ചെയ്തതാണ്. സാൻഡ് ആൻഡ് ഡൈ കാസ്റ്റിംഗിലൊക്കെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ജനറൽ ആയിട്ട് മെഗ്നീഷ്യം അലോയ്സ് ആർ ഹാവിംഗ് they are having poor ductility and formability. ഡക്റ്റിലിറ്റിയും ഫോമബിലിറ്റിയും കുറവാണ്. മീൻസ് നമുക്ക് ഈസിലി ഫോം, അതായത് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ നമുക്കത് ഡക്റ്റൈൽ അല്ലാത്തതുകൊണ്ട് നമുക്കത് ഡിഫറെന്റ് ഡിഫറെന്റ് മാനുഫാക്ചറിങ് ഇതുപോലത്തെ ഫോമിംഗ് ഫോർജിങ് പ്രോസസ്സിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് മെഗ്നീഷ്യം അലോയ്സ്. ബട്ട് അതിന്റെ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഏരിയാസ് പറഞ്ഞാൽ എയറോസ്പേസ്, ഹൈ സ്പീഡ് മെഷീനറി, ട്രാൻസ്പോർട്ടേഷൻ, ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ മെഗ്നീഷ്യം അലോയ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നിക്കലും വേറൊരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്, ഇമ്പോർട്ടന്റ് മെറ്റൽ ആണ്.
applications. So nickel is a metal having good corrosion resistance and can be strengthened by strain hardening. Okay, നമ്മൾ മുമ്പ് നോക്കിയ ഡിഫറെന്റ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ്, ഡിഫറെന്റ് സ്ട്രെങ്തനിങ് മെക്കാനിസംസ് are there. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നിക്കലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിലൊന്നാണ് എന്താണ് അഡീഷൻ ഓഫ് അതർ എലമെന്റ്സ്, അഡീഷൻ ഓഫ് മീൻസ് അലോയിങ് എലമെന്റ്സ് അല്ലെ. The most alloying elements with nickel are copper, iron, chromium, and molybdenum. The most common alloying elements with nickel are copper, iron, chromium, and molybdenum. Also, manganese and aluminum are also added as alloying elements. Nickel and its alloys are having high melting points and high strength. Nickel alloys in the high melting point and high strength. So, high temperature applications use. Okay. So, also they are having excellent corrosion resistance and good formability. So, such applications we use. So, copper and nickel alloy form, that is called copper nickel alloys. So, copper is completely soluble in nickel. We already binary phase diagram copper nickel phase diagram. So, when nickel and copper are alloyed in the ratio 2:1, the most important alloy, monel, MONEL, monel is obtained. It is having high corrosion resistance and better mechanical properties than bronzes and brasses. So, copper nickel copper is making alloy with brass, copper making alloy with zinc, that is called brass. And copper makes an alloy with a tin, it is called bronze. So, brass and bronze better mechanical properties in alloys, copper nickel. Okay. So, it is also having good toughness and fatigue strength. When sulfur is added to monel, it improves machinability and it is called R monel. So, this is correct types same alloy and R monel, K monel. K monel contains about 3% aluminum and is age hardenable. Age hardening, strain hardening, so K monel, that alloy is age hardenable. H monel and S monel contains 3 to 4% silicon respectively and are having improved strength and corrosion resistance. Copper nickel alloys separated R monel, K monel, H monel, S monel. This is individual percentage aluminum, percentage silicon. Note. Okay. So, this is very high temperature, the melting point very high. Nickel alloys melting point are very high. So, they are suitable for service at elevated temperatures. So, and are popularly known as cupronickels. So, copper nickel alloys are popularly known as cupronickels. Cupronickel with 30% nickel is widely used for condenser tubes. High temperature applications use condenser tubes use. Another alloy containing 40% nickel along with 1.5% manganese is known as constantan. So, constantan is another alloy of copper and nickel. Cupronickel and constantan and 40% nickel and 1.5% manganese is constantan. This is used for rheostat. Physics lab electrical rheostat, thermocouples and heating devices. Copper nickel alloys using. So, that's electrical properties, high electrical resistivity, which is not affected by the change in temperature. Constant electrical use. The main feature of constant is its higher electrical resistivity, which is not affected by change in temperature. Nickel silvers or German silvers are ternary alloy of copper containing 5 to 45% zinc. Copper and ternary alloy, and alloying element added ternary alloys are nickel silvers and or German silvers. Nickel, germanium, okay, copper ternary alloys. 5 to 45% zinc and 5 to 30% nickel is nickel. They have good strength, good plasticity, and low thermal conductivity. Plumbing hardware, tableware, use. So, these alloys and applications are alloys and applications common. Common same applications. So, specific applications like table exam sure questions cast and classification almost sure steel classification. Different steel alloys and applications. That's the question. Non-ferrous alloys are different types. Separate what are the different copper alloys, what are the different aluminum alloys.
What are the different properties of these alloys and what are the different applications? ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫാറ്റിക്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയ പോർഷൻ ഓഫ് ഫാറ്റിക്. ലാസ്റ്റ് ഇനി അടുത്ത 5th മൊഡ്യൂളിൽ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വരും. ആക്ച്വലി ഇത് 5th ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്, പക്ഷെ ഈ ഒരു മൊഡ്യൂളിലെ എൻഡിങ്ങിൽ ചെറിയൊരു ഭാഗം കൂടിയുണ്ട് ഫാറ്റിക്. എന്താണ് ഫാറ്റിക്? നിങ്ങൾ ഫാറ്റിക് കേട്ടിട്ടുണ്ടോ? ഫാറ്റിക്, ക്രീപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ടഫ്നെസ്, ഡക്ടിലിറ്റി, മാലിബിലിറ്റി, റെസിലിയൻസ്, സ്റ്റിഫ്നെസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. So we can include this creep, fatigue, those things also in mechanical properties. But actually, this fatigue and creeps, they are failures. Fatigue പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റി ആയിട്ട് നമുക്ക് പറയാം, പക്ഷെ അതൊരു മെറ്റീരിയലിന്റെ ഒരു ഫെയിലിയറിനെയാണ് നമ്മൾ ഫാറ്റിഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫെയിലിയർ ഓഫ് ദ മെറ്റീരിയൽ. എന്താണ് ഫാറ്റിഗ്? Material subjected to repetitive or fluctuating stress will fail at a stress much lower than that required to cause failure under steady loads. നമുക്കറിയാം, നമ്മളിൽ ഒരു റോഡ് ഉണ്ട്. So we are applying some load on this road. ഒരു സ്റ്റീൽ റോഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബിൽ നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ഈ റോഡിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ടെൻസൈൽ ഫോഴ്സ് കൊടുക്കും അല്ലെ. മറ്റേ പർട്ടിക്കുലർ പോയിന്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഈൽഡ് ഓർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഡിഫോം അല്ലെ. ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഫെയിൽ ആവാൻ വേണ്ടി തുടങ്ങും. മീൻസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു പ്ലാസ്റ്റിക്കലി ഡിഫോം അല്ലെങ്കിൽ ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ. അപ്പൊ അവിടെയാണ് അതിന്റെ ഫെയിലിയർ വരുന്നത്. പിന്നെ അത് ഈൽഡ് ചെയ്തിട്ട് ഫൈനലി ഇറ്റ് വിൽ ഫ്രാക്ചർ അല്ലെ. അതാണ് യൂഷ്വൽ കണ്ടീഷനിൽ ചെയ്തത്. സെയിം ഇപ്പൊ ആ റോഡ് കൊണ്ട് നമ്മളിപ്പോ ഒരു സ്പ്രിംഗ് ആണ് ഉണ്ടാക്കിയത്. ഒരു സ്പ്രിംഗ് ഉണ്ടാക്കി. അപ്പൊ നമുക്കറിയാം സ്പ്രിംഗിന്റെ കേസിൽ എങ്ങനെയാണ് ലോഡ് വരുന്നത്? സ്പ്രിംഗിന്റെ കേസിൽ റിപ്പീറ്റഡ് ആയിട്ട് ലോഡ് വരും അല്ലെ. റിപ്പീറ്റഡ് ലോഡ്സ് നമുക്കറിയാം. ഇപ്പൊ ഷോക്ക് അബ്സോർബർ ആയിട്ടില്ല ഒരു സ്പ്രിംഗ് ആണ് ജസ്റ്റ് അസ്യൂം ചെയ്യാം. സോ ഇൻ ദ കേസ് ഓഫ് വെഹിക്കിൾ ഷോക്ക് അബ്സോർബർ, അവിടെ എങ്ങനെയാണ് ലോഡ് വരുന്നത്? കണ്ടിന്യൂസ് ലോഡാണ് അല്ല. നമ്മളിപ്പോ ഒരു വണ്ടി ഫുൾ ലോഡിങ്ങിൽ നമ്മൾ സ്റ്റഡി ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്താ വരുന്നത്? അവിടെ വരുന്നത് സ്റ്റഡി ലോഡാണ് അല്ലെ. ശരിയല്ലേ? അവിടെ വരുന്നത് സ്റ്റഡി ലോഡാണ്. ബട്ട് വെൻ ദ വെഹിക്കിൾ ഈസ് മൂവിങ്, എന്താണ്? അവിടെ വൈബ്രേഷൻസ് വരാം. റോഡിൽ അണ്ടുലേഷൻസ് കാരണം വൈബ്രേഷൻസ് എല്ലാം വരാം അല്ലെ. സ്പ്രിംഗ് എപ്പോഴും എന്താണ്? സ്പ്രിംഗ് എപ്പോഴും അത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അത് എന്താണ്? ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അവിടെ എന്താ? ആ സ്പ്രിംഗിന് കിട്ടുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ് കിട്ടുന്നത് അല്ലെ. റിപ്പീറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സൈക്ലിക് ആയിട്ടുള്ള കുറെ കണ്ടിന്യൂസ് ആയിട്ട് സൈക്ലിക് ലോഡ് വരുന്ന സമയത്ത് അവിടെ മെറ്റീരിയൽ ഫെയിൽ ചെയ്യും. ഇത്തരത്തിലുള്ള ഫെയിലിയേഴ്സിനെയാണ് നമ്മൾ ഫാറ്റിഗ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് എ കോമ്പോണന്റ് സബ്ജക്ട് ടു സൈക്ലിക് ലോഡിങ്. സോ ദാറ്റ് ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. സൈക്ലിക് ലോഡിംഗ് ടേം ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് നിങ്ങളെ ആൻസർ വെക്കേണ്ട ഒരു ടേം ആണ്. ഫെയിലിയർ ഓഫ് എ കോമ്പോണന്റ് സബ്ജക്ട് ടു സൈക്ലിക് ലോഡിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ലോഡിംഗ് അറ്റ് എ സ്ട്രെസ് കൺസിഡറബിളി ലോവർ ദാൻ ദ ഈൽഡ് സ്ട്രെസ് ഓഫ് എ സ്റ്റാറ്റിക് ലോഡിംഗ്. സെയിം മെറ്റീരിയൽ ഞാനൊരു സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ലോഡിംഗ് അല്ലെ, കോൺസ്റ്റന്റ് ലോഡിംഗ് ഞാൻ ഒരു മെറ്റീരിയലിനെ വിധേയമാക്കിയാൽ ആ ലോഡിംഗ് ഞാൻ കൂട്ടി വരുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ലോഡിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലോഡിംഗ് അല്ലെ പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡിംഗിൽ ആ സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ, അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു 50 ആണ്, വെറുതെ ഒരു നമ്പർ 50 എന്നുള്ളൊരു പർട്ടിക്കുലർ ലോഡ് കൊടുക്കുമ്പോഴാണ്, ന്യൂട്ടനോ കിലോ ന്യൂട്ടനോ എന്തെങ്കിലും ആയിക്കോട്ടെ, ലോഡ് 50 എന്നുള്ള പർട്ടിക്കുലർ ലോഡ് കൊടുക്കുമ്പോഴാണ് സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷനിൽ ആ മെറ്റീരിയൽ ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അല്ലെങ്കിൽ അത് ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് വിചാരിക്കാം. സെയിം മെറ്റീരിയൽ വെൻ വി ആർ സബ്ജക്റ്റിംഗ് ഇറ്റ് ഫോർ എ സൈക്ലിക് ലോഡിംഗ്, ആ മെറ്റീരിയൽ ഞാൻ വേറെ രീതിയിൽ സൈക്ലിക് ലോഡിംഗ് അപ്ലൈ ചെയ്തിരിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ സൈക്ലിക് ലോഡിംഗ് അപ്ലൈ ആണെങ്കിൽ ഈ 50ൽ താഴെയുള്ള ഒരു പർട്ടിക്കുലർ ലോഡിൽ തന്നെ അത് ഫെയിൽ ആവാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, യൂഷ്വൽ കേസിൽ അത് ഫെയിൽ ആവുന്നത് 50 എന്നൊരു ലോഡ് കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സൈക്ലിക് ലോഡ് കൊടുക്കുന്ന സമയത്ത് ബിലോ 50 40 or 45 തന്നെ അത് ഫെയിൽ ആവാൻ വേണ്ടി തുടങ്ങും. സോ ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയലിലെ ഒരു കോമ്പോണന്റ് ഫെയിലിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റിഗ് എന്ന് പറയുന്നത്. സോ ഫെയിലിയർ ഓഫ് എ കോമ്പോണന്റ് സബ്ജക്ട് ടു സൈക്ലിക് ലോഡിംഗ് അറ്റ് എ സ്ട്രെസ് കൺസിഡറബിളി ലോവർ ദാൻ ദ ഈൽഡ് സ്ട്രെസ് ഓഫ് എ സ്റ്റാറ്റിക് ലോഡിംഗ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫാറ്റിഗ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഫാറ്റിക് ബിഹേവിയർ എന്ന് പറയാം. എക്സാമ്പിൾ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്സ്, ബ്രിഡ്ജസ്, നമുക്കറിയാം ബ്രിഡ്ജസിൽ അല്ലെ, ബ്രിഡ്ജസിൽ ഇതുപോലത്തെ ഫ്ലക്ച്വേഷൻ ലോഡാണ് വരുന്നത്. എയർക്രാഫ്റ്റ് വിങ്സ്,
മെഷീൻ കോമ്പോണൻസിലൊക്കെ നമുക്ക് ഫ്ലക്ച്വേഷൻസ് വരാം, വൈബ്രേഷൻസ് വരാം. ഓട്ടോമൊബൈൽ പാർട്സിൽ ഫ്ലക്ച്വേഷൻസ് വരാം അല്ലെ. ഓട്ടോമൊബൈൽ പാർട്സ് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഷോക്ക് അബ്സോർബ്സിലൊക്കെ ഈ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ് ആണ് വരുന്നത്. സോ അത്തരത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്സ് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫെയിൽ ആവും. ഓക്കെ. So fatigue occurs in all materials including metals, polymers and ceramics. Metals മാത്രമല്ല, it can be seen in polymers and also in ceramics. It is the single largest cause of failure in metals. അപ്പോൾ ഒരു എത്രയാ 80 to 90% of metallic failure is due to fatigue. മെറ്റൽസിന്റെ 80 to 90% ഫെയിലിയറും ഫാറ്റിഗ് എന്ന ഈ ഒരു ഫെനോമിനൻ കാരണമാണ് ഫെയിൽ ആവുന്നത്. Okay, so 80 to 90% of metallic failure is due to fatigue, and it is a single largest cause of failure in metals. It occurs without any warning or sign of failure. So അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. It will not show any warning or sign before failing. Fatigue is almost always brittle in nature. So okay, അത് brittle failure ആയിരിക്കും എപ്പോഴും fatigue failure അല്ലെ. brittle എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്ലാസ് അല്ലെ പൊളിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കുറെ പീസസ് ആയിട്ട്, അത് ബ്രിട്ടിൽ ആണല്ലേ. കാരണം അതിൽ വിത്തൗട്ട് എനി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇത് മെറ്റീരിയൽ ഫെയിലിംഗ് അല്ലെ. ശരിയല്ലേ. നമ്മളിപ്പോ ഒരു അലൂമിനിയത്തിന്റെ റോഡ് നമ്മൾ രണ്ടെണ്ണായിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലൂമിനിയം ഞാൻ ഇങ്ങനെ അതിനെ ഒടിച്ചു കഴിഞ്ഞാൽ അത് പൊളിയോ? ഇല്ല, അതിങ്ങനെ വളഞ്ഞു വരും അല്ലെ. അതിങ്ങനെ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ എനിക്ക് കുറെ നേരം ഞാനത് ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നമുക്കത് ബ്രേക്കിങ്ങിന് മുമ്പ് എന്താ സംഭവിക്കുന്നത്? there are lots of plastically it is deforming അല്ലെ. കുറച്ച് പ്ലാസ്റ്റിക് ഡിഫോർമേഷന് ശേഷമാണ് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ ഗ്ലാസ് ഒക്കെ എങ്ങനെയാ ബ്രേക്ക് ചെയ്യുന്നത്? ഗ്ലാസ് പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്തിട്ടുണ്ടോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ്? ഇല്ല. വിത്ത് നോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇറ്റ് ഇസ് ബ്രേക്കിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു സൂചി എടുത്തപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റിച്ചിങ് മെഷീന്റെ ഒരു സൂചി എടുത്തു കഴിഞ്ഞു. ആ സൂചി നോക്കി അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, അതിന്റെ ഫോം മാറുന്നുണ്ടോ? ഇല്ല, അത് ബ്രിട്ടിലാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യും. നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ള സഫിഷ്യൻ ലോഡ് കൊടുത്താൽ അത് രണ്ട് പീസായിട്ട് മാറും അല്ലെ. ശരിയല്ലേ. അത് ഈൽഡ് ഒന്നും ചെയ്യുന്നില്ല. സോ അത്തരത്തിലും മെറ്റീരിയൽ നിന്ന് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഫാറ്റിക് ഫെയിലിയർ എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? അതെപ്പോഴും ബ്രിട്ടിൽ ഇൻ നേച്ചറാണ്. അപ്പൊ ഈ ഫാറ്റിക് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സ്ട്രെസ് സൈക്കിൾസ് വരുന്നുണ്ട് അല്ലെ. കാരണം ഇത് സൈക്ലിക് ആയിട്ടുള്ള സ്ട്രെസ് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫെയിലിയർ വരുന്നത് അല്ലെ. സൈക്ലിക് ആയിട്ടുള്ള ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഫെയിലിയർ വരുന്നത്, അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രെസ് കാരണമാണ് ഈ ഫെയിലിയർ വരുന്നത്. അപ്പൊ അതിൽ 3 ടൈപ്സ് ഉണ്ട്. അതായത് റിവേഴ്സ്ഡ് ഓർ സൈനസോയിഡൽ സ്ട്രെസ് സൈക്കിൾ, റിപ്പീറ്റഡ് സ്ട്രെസ് സൈക്കിൾ, ഇറഗുലർ ഓർ റാൻഡം സ്ട്രെസ് സൈക്കിൾ. അതിന്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്രാഫ് നോക്കാം. അപ്പൊ ഇവിടെ കാണിക്കുന്ന ഗ്രാഫിൽ നമുക്കറിയാം എന്താണ് ഇവിടെ കാണിക്കുന്ന ഒരു റിപ്പീറ്റഡ് ലോഡാണ് അല്ലെ. റോഡ് ഫ്ലക്ച്വേറ്റിംഗ് ലോഡാണ്. അപ്പൊ അതിലൊരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലെ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലോഡ് അപ്ലൈ ചെയ്യും, തിരിച്ചു വരും അല്ലെ. സ്പ്രിംഗിൽ ഇപ്പൊ ലോഡ്, ഷോക്ക് അബ്സോർബറിലൊക്കെ ലോഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ നമുക്കറിയാം ഇതൊരു സൈനസോയിഡൽ കർവ് ആണ്, വേവ് ആണ് അല്ലെ. ഇവിടെ കാണിക്കുന്ന വേവ് നോക്കി നമുക്കറിയാം അതിനൊരു കൊടുക്കുന്ന ലോഡിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ നോക്കി ഈ ഒരു വേവിന് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് അല്ലെ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ ഉണ്ടാവും അല്ലെ. സിഗ്മ എം ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ. സിഗ്മ മാക്സ് അല്ലെ, മാക്സിമം സ്ട്രെസ് അല്ലെ. ശരിയല്ലേ. ഈ മാക്സിമം സ്ട്രെസ് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അത് സ്റ്റാറ്റിക് കണ്ടീഷനിൽ അതിന്റെ മാക്സിമം സ്ട്രെസ്സോ അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. കാരണം സൈക്ലിക് ലോഡിങ്ങിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദി yield stress of the material under static loading. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ മാക്സ് ആണ് അല്ലെ. മിനിമം എന്ന് പറയുന്നതോ അതിന്റെ നെഗറ്റീവിലേക്കുള്ള അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള സ്ട്രെസ് ആണ് മിനിമം അല്ലെ. ഈ ഒരു എക്സാമ്പിൾ എന്താണ്? സിഗ്മ മാക്സ് അല്ലെ. സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ മിൻ. ഓക്കെ. സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ മിൻ. അപ്പൊ അതിന്റെ മെയിൻ സിഗ്മ ഇവിടെ വരും. മെയിൻ സിഗ്മ വരുന്ന ലൈനാണ് സെൻട്രലായിട്ട് വരച്ചിട്ടുള്ള ലൈൻ അല്ലെ. എക്സാക്ട്ലി അതിന്റെ സെന്ററിൽ വരും, അത് അതിന്റെ 0 പൊസിഷനിൽ വരും അല്ലെ. കാരണം ഇവിടെ വരുന്നത് നോക്കിയാൽ രണ്ട് സിഗ്മ മാക്സും സിഗ്മ മിന്നും എന്താണ്? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പൊ ആ ഒരു കേസിൽ എന്തായിരിക്കും? നമുക്ക് അതിന്റെ മെയിൻ വാല്യൂ പറയുന്നത് 0 ആയിരിക്കും അല്ലെ. 0 ആയിരിക്കും മെയിൻ വാല്യൂ വരുന്നത്. ഓക്കെ. സോ ഇവിടെ 3 ടൈപ്സ് സ്ട്രെസ്സസ് ഇതുപോലെ വരുന്നുണ്ട് അല്ലെ. സ്ട്രെസ് സൈക്കിൾസ് വരുന്നുണ്ട്. ഓക്കെ. അതിൽ വരുന്ന ആദ്യത്തെ സൈനസോയിഡൽ, താഴത്തെ ഫിഗറിൽ നിന്ന് കാണാം. സെക്കൻഡ് വൺ ഈസ് repeated and third one is a random. Okay. സൈനസോയിഡൽ കർവാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഈ സ്ട്രെസ് സൈക്കിൾസും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഫാറ്റിക് എന്നുള്ള ഒരു പോർഷൻ കൂടി കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീർന്നു. ഞാൻ അറ്റൻഡൻസ് വിളിക്കാം.